അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് സിയാറത്തിന് വേണ്ടി ഇറങ്ങിയാണ്. ബഹുമാനപ്പെട്ട അന്തർവിനാശങ്ങളെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ മുമ്പ് കുറച്ച് മലയാളികൾ കണ്ടിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. كلهم الآن أصدقاء يعني نحن يعني ندرسون معك تمام في الصف الواحد. എന്താണ് വർത്താനം? നമ്മൾ ഷാന്തോ. അപ്പൊ എല്ലാരും പേരൊക്കെ ഒന്ന് പറഞ്ഞാളി. മുഹമ്മദ് നാസിം. സ്ഥലം എവിടാ? കേരള. ഞാനിപ്പോ തങ്ങളെ സിയാർത്ത് ചെയ്യാൻ പോവാണ്. ഓരോ മക്കബറകൾ ടാർഗറ്റ് ഇട്ട് പോവാണ്. ഓ, നിങ്ങൾ നമുക്ക് വേണ്ടി വരുന്ന. അപ്പൊ ശാന്തു, നിങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞാളി. ശാന്തു എവിടെയാണ്? ഷാനിദ്. ഞാൻ കണ്ണൂർ. നമ്മളെ ടീച്ചർ ശാന്തു നാട്ടോ വിളിക്കല്, മീൻസ് നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദ് അല്ലേ? അപ്പൊ വേറൊരാള് കൂടി ഉണ്ട് ഇവിടെ. എനിക്ക് പോലെ വേണ്ടല്ലേ? എന്നാ ശരി, ഓക്കെ. പേരൊക്കെ സ്ഥലമൊക്കെ പറഞ്ഞാല്. പേര് ഇർഫാൻ. കണ്ണൂർ റാഹത്തല്ലേ? മൊത്തത്തില് അല്ലസർ പൊളിയല്ലേ? അപ്പൊ ഞാന് അമ്പർവിനാസങ്ങളെ പള്ളി ഇങ്ങനെ അവിടേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി ഇല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുടക്കമാണ് ഇങ്ങനെ കിട്ടി. ഇല്ലേ, തുടങ്ങിയിട്ടേ ഉള്ളു. നമ്മ ഷെയ്സായിദിന്റെ അടുക്കാടാ നേരം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുക്ക് പോവാണ്. അപ്പം മാസലാമ പോയി തരാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ചങ്ങായിമാരൊക്കെ പോയി. അടിപൊളി ചെക്കന്മാരാണ്, എപ്പോഴും നല്ല കമ്പനി ആയിട്ടുള്ള അടിപൊളി ചെക്കന്മാരാണ്. അപ്പം ഞാനിതാ വണ്ടി കയറാൻ വേണ്ടി പോവാണ്. പോലെ അല്ലസർ പള്ളിക്കാന്ന് തോന്നി പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് നേരെ എന്നും പറയുന്നത് പോലെ തന്നെ സയ്യിദ് ആയിഷയിലേക്കാണ് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലക്ഷക്കണക്കിന് മഹാന്മാരാണ് മിസ്റിൻ്റെ മണ്ണിലുള്ളത്. ഒരുപാട് പണ്ഡിതന്മാർ. ഈ ഒരു മണ്ണിൽ തന്നെ എത്താൻ പറ്റുക എന്നുള്ളത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഭാഗ്യമാണ്. ഈ ഒരു മണ്ണിൽ എത്താൻ പറ്റുക എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളും ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ എനിക്ക് ബാക്കിയുള്ളവരെ കാണിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ പോവാണ്. അസ്സലാമു അലൈക്കും. അപ്പം ഇൻഷാ അല്ലാഹ് വണ്ടി കയറി സയ്യിദ് ആയിഷയിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് അമ്പർബിനാസ്തങ്ങളെ പള്ളിക്ക് പോവാം. ഷാഫി ഇമാമിൻ്റെ പള്ളിയും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പറഞ്ഞ മക്കാമുള്ളത്. അതൊക്കെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഗൈസ്, നമ്മളെ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി പോയി കൊണ്ടിരിക്കുകയാണ്. ഒരു സുഹൃത്തുണ്ട്. ഓക്കെ, നമ്മളെ വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ശുക്രൻ. ഹംസ വാഹി ഞാനുണ്ട് ഈജിപ്തിലെ 5 റുപ്യ. ഇത് അൽ അസ്ഹർ മോസ്ക് ഹബീബി. ഇത് അസ്ഹർ മോസ്ക്. ഇത് അസ്ഹർ മസ്ജിദ് അസ്ഹർ ജാമിയ. لا ابن طول ഇതില് ഇബിന് തൂൽ പള്ളിയുണ്ട്. അവിടെ നമുക്ക് പോകാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അതാണ് ബാക്കിൽ വേറെ ഉണ്ട്. ഇതാണ് ഈജിപ്തിലെ 5 രൂപ. ഏതാണ്ട് ഇതാ സയ്യിദ് ആയിഷയിൽ എത്താനായിട്ടുണ്ട്. എന്നും കാണിക്കുന്ന സ്ഥലങ്ങളാണ് ഗൈസ്. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും. അന ഹിന്ദ് കല്ലിം സലാം. അസ്സലാമു അലൈക്കും. കുൽ لا 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 ليس جيد. ليس جيد. لا لا ليس جيد. تمام. നേരെ അമ്പർബിനാഥങ്ങളെ പള്ളിക്ക് പിടിക്കട്ടെ. എത്തണം. അതിൻ്റെ മുമ്പൊരു അസീര കസബ് അഥവാ കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കണം. അത് കുടിച്ചിട്ട് വേഗം വിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി മൊത്തത്തിൽ വെള്ളത്തിലാകും. ആദ്യം ആ ഷോപ്പ് കാണിച്ചു തരാം. നല്ല ഷോപ്പാണ്, അത്യാവശ്യം നല്ല കരിമ്പ് ജ്യൂസ് കിട്ടുന്ന ഷോപ്പാണ്. നമ്മളെ ജ്യൂസും പീടിയ. ഇൻഷാ അല്ലാഹ്
എന്നും നമ്മൾ സിയാർത്തിനൊക്കെ പോകുമ്പോൾ കുടിക്കുന്ന ഷോപ്പാണ്. ഹബീബി അസ്സലാമു അലൈക്കും. വാഹിദ് ആസിർ കസബ് കരിമ്പും വെള്ളം. ഇരുന്ന് കുടിക്കാം. മിസറിൽ വന്നാൽ നല്ല കരിമ്പും ജ്യൂസ് കിട്ടും. അതും സത്തായ സംഗതി, വെള്ളം ചേർക്കാത്തത് കടഞ്ഞെടുക്കുന്നതാണ്. ഇടക്കിടക്ക് കരിമ്പും ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമായൊരു സംഗതിയാണ് കരിമ്പും ജ്യൂസ്. അത് തണുപ്പ് കാലമായാലല്ല, ചൂട് കാലത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മളിതാ കരിമ്പും ജ്യൂസ് എങ്ങനെ കുടിക്കണം. 10 റുപ്യക്ക് ഇത്ര വലിയ ഗ്ലാസ്. ഇവിടുത്തോളം വണ്ടി കിട്ടിട്ടോ. നമ്മൾ കയറിയ വണ്ടി അതാ പോയിക്ക. ഇനി ഇതാ ഈ ഒരു ബൈക്കാണ് പോകേണ്ടത്. ഇവിടെ എന്തൊക്കെ പൊളിച്ചൊക്കെ ഇട്ടാണ്, അത് നോക്കണ്ട. നമ്മളിതാ പോയി കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. ഇനി ഫുള്ള് നടത്തായിരിക്കും കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് തങ്ങൾ, ഉഖ്ബത്ത് ബിൻ ആമിർ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആ ഒരു ഏരിയയിൽ ഒരു 8 ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബികൾ അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അത് അവിടുത്തെ ഒരു ഹാദിമിനോട് ഞാൻ ചോദിച്ചു ആരൊക്കെ അവിടെ ഉള്ളതെന്ന്. അപ്പോൾ എനിക്കന്ന് പറഞ്ഞു തന്നു. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യമായിട്ട് ഓരോന്ന് പറയാം. ഓക്കെ, അവിടെ വന്നപ്പോൾ കണ്ട സാധനമാണ് ഇപ്പോൾ കാണിച്ചത്. കൈത വണ്ടി, കഴുത. ബേബി അസ്സലാമു അലൈക്കും. ബേത്തിയ ബേത്തിയ ദാ ബേത്തിയ في الهند في الهند ده عكري. انت اسمك ايه؟ فارس. انت فريد. يقول داريو بيتيا بيتيا بيتيا. نحن نقول في الهند هذا صواب. لا 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 ده جيد. ده مثل هكذا نحن شغل ده يعني نحن نقول عكري. نقول عكري عكري يعني بيتيا مش ما عايز يرد عمال يرن عليه. تمام شكله سائل مش ساكت. تمام بقى تفشنا تمام. كل سلام خد ان شاء الله. കൈതപ്പുറത്ത് ഇവരെല്ലാ വീടിൻ്റെ അടുത്തേക്കും വരും. വീടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവർ പറയുന്നൊരു സംഗതിയാണ് ബേത്തിയ ബേത്തിയ എന്ന് വിളിച്ചറിയും. അന്തല ആന ബസ്. അപ്പോൾ ഗൈസ് എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ, ഈ ബേത്തിയ ബേത്തിയ പറഞ്ഞാൽ എന്താ സംഭവം വിചാരിച്ചാൽ, ഈ ആക്രിയാണ്. ഇവർ ഓരോ വീടിൻ്റെ ഇവിടെ ഫ്ലാറ്റുകളാണല്ലോ, അപ്പോൾ ഫ്ലാറ്റിൻ്റെ സൈഡിൽ വന്നിക്കും, എന്നിട്ട് മുകളിലോട്ട് വിളിച്ചറിയും ബേത്തിയ ബേത്തിയ. ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ തരുമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ താഴോട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ ഒരു പൈസ ഒരു കൊട്ട ഉണ്ടാവും, കൊട്ടയിൽ ഇങ്ങനെ വലിച്ചെടുക്കും. അതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. അടിപൊളിയാണ്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ കാണിച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോവാണ്. ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ അടുത്തുകൂടിയാണ് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഷാഫി ഇമാമിൻ്റെ മക്കാമ് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മക്കാമ്. ബഹുമാനപ്പെട്ട വക്കീലങ്ങൾ ഷാഫി ഇമാമിൻ്റെ ഉസ്താദാണ്. അവരെ ഇവിടെയാണ് മറവ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ചുറ്റിലും ഒരുപാട് മഹാന്മാരുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഈ ഒരു സിയാറത്ത് കബൂലാക്കട്ടെ. എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റിയൊരു അൽഹംദുലില്ലാ. അല്ലാഹു ഇതൊക്കെ വലിയൊരു സാധ്യ അമലായി സ്വീകരിക്കട്ടെ. ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ അടുത്ത് എത്തിട്ടോ. ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്ന ഒരു മക്കാമാണ് നിസറിൽ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മക്കാമ്. നമ്മൾ ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. സൈഡിൽ കൂടി അങ്ങ് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ സൈഡിൽ കൂടി അങ്ങ് പോവാണ്. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു സിയാറത്ത് ചെയ്യും. എല്ലാവർക്കും ദ്വാരക്കും. ഷാഫി ഇമാമിൻ്റെ ഒരു വട്ടം നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാമ്. അസ്സലാമു അലൈക്കും. അപ്പം ഇനി നമുക്ക് നേരെ അംർ ബിൻ ആസ് തങ്ങളെ പള്ളിക്ക് പോവാം. ഇന്നത്തെ സിയാറത്തിൻ്റെ ലക്ഷ്യം അവിടേക്കാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെയാണ് ആദ്യത്തെ മുന്തിക്കേണ്ടത്. തിരിച്ച് വരുമ്പോൾ എന്തായാലും കയറി സിയാറത്ത് ചെയ്ത് റൂമിലേക്ക് പോകണം. അപ്പോൾ നമ്മളിതാ പോവാണ്. ബീവി അസ്സലാമു അലൈക്കും. അമലേ കരീം മുഹമ്മദ് സാക്കിനീന
നമ്മളതങ്ങനെ പോവാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇവിടെയാണ് ബഹുമാനപ്പെട്ട സ്വലാത്തുൽ ഫാത്തിഹയില്ലേ, സ്വലാത്തുൽ ഫാത്തിഹ നമ്മുടെ നാട്ടിൽ ഏറ്റവും നടക്കുന്ന വലിയ മജ്ലിസുകളാണ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മജ്ലിസ്. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ രചയിതാവിൻ്റെ മക്കാമും ഇവിടെ തന്നെയാണ്. അവിടേക്ക് നമുക്കൊരു ദിവസം പോവാം. അവിടേക്കായിട്ട് ഒരു ദിവസം എന്തായാലും പോകണം. കാരണം എൻ്റെ അമ്മ, എൻ്റെ വലിയമ്മമാർ അതുപോലെ തന്നെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടത്തേക്ക് ഒരു സെപ്പറേറ്റ് വ്ളോഗ് നടത്തണമെന്ന് എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ്. ഏതായാലും ഇന്നത്തെ പോക്ക് ഇങ്ങോട്ടാവട്ടെ. ഒരുപാട് ആളുകൾ എന്നോട് നിങ്ങളെന്തിനാ അങ്ങനെ കൈമ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നത്, ഇങ്ങനത്തെ സാധനം ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. എന്താ അറിയില്ല, ഈ സാധനം എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഉപയോഗിക്കാനൊരു റാഹത്ത് കിട്ടില്ല. കൈമ പിടിച്ച് അത് ശീലമായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കൈമ പിടിച്ച് ചെയ്യണോ അല്ലെങ്കിൽ ഇത് പിടിക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായപ്പെടണം. ഏതായാലും കുറച്ച് സമയം ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഇതും ശീലമാക്കണമല്ലോ, ഇതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ പലപ്പോഴും പല ആളുകളും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കൈക്ക് ഭയങ്കര നീളാണല്ലോ, അങ്ങനെയൊന്നും പറയലിട്ടോ. സാധാരണ ഉള്ള ആളുകൾ അതേ കൈൻ്റെ ഒക്കെ വലിപ്പന്നാണ് എൻ്റെ കൈൻ്റെ വലിപ്പം. പിന്നെ ഞാനിങ്ങനെ നീട്ടിയായിട്ട് പിടിക്കുന്നതാണ്. സലാം സലാം കുൽ സലാം കല്ലിം സലാം لا مشكلة الله أكبر وخوف لسه خافين رفض يتكلم. اسم الكريم أنت؟ خالد. أنا أزور أنا أذهب إلى مقام عمرو بن عاص بزيارة. حضرتك من هند؟ أوصيكم أنا من الهند. الله صل على النبي. كويس اللي فيه مسلمين في الهند. أنا أحب كده والله. أنا عايز الإسلام مسلمين موجود في الهند. عايز الإسلام ينتشر في كل حتة في العالم. تمام. كل واحد موجود في حتة يبلغ الرسالة. تمام. لأن عندنا الشيخ الأزهر هنا دلوقتي احنا في الحمد لله. فاحنا عايزين الناس اللي موجودة هناك يعني انتوا اللي هتبقوا مع المهدي. تمام. مش احنا. الهند ليس موجود يهود. لا الحمد لله. نحمد ربنا والحمد لله. كلهم دجالون. ايوه الحمد لله. ربنا يوفقكم ان شاء الله. امين شكرا. تقفوا كده ايه واخد بالك يعني مع الرسالة الرسول صلى الله عليه وسلم. لا صلى الله عليه ربنا يبارك لك يا رب كده. الله عليه وسلم. امين. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ മക്കാമിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. മക്കാമിൽ ഇപ്പോൾ രണ്ടാമത്തെ വട്ടാണ് എനിക്ക് സിയാറത്തിന് വരാനുള്ള തൗഫീക്ക് കിട്ടുന്നത്. ഇത് കുറേ കാലം അടച്ചിട്ടതായിരുന്നു. ഇതിൻ്റെ പണിയും കാര്യമൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ മക്കാമ്. സിയാറത്ത് കബൂലാക്കട്ടെ. ഇതിൻ്റെ മക്കാമിൻ്റെ മുകളിലേക്ക് ഒരു കോണിയുണ്ട്. മക്കാമിൻ്റെ സൈഡിൽ കൂടി ഒന്ന് മുകളോട്ട് പോയി നോക്കാം. മാഷാ അല്ലാഹ് ലൈറ്റൊക്കെ പിടിപ്പിച്ച് സാറാക്കിയാണ്. വലിയ മഹാനല്ലേ. കാമിൽ വന്നപ്പോൾ ഒരു ചെറിയവനെ കണ്ടിട്ടോ. ഇസ്മുക്കേ മാലിക് അന്ത ഖാദിം. മാഷാ അല്ലാഹ് അല്ലാഹു മുബാരിക്. ما شاء الله أنت كويس. ابن حجر العسقلاني هو شيخ الإسلام وعالم كبير حافظ ما شاء الله. ഇവരാണ് ഇവിടുത്തെ ഖാദിമീങ്ങൾ കേട്ടോ. ഇസ്മുൽ കരീം أبو عبد الرحمن. أبو عبد الرحمن الحليم. كل هندي وهو عارف ابن حجر العسقلاني فضيلة درجة كلهم كل هندي عارف. الحمد لله. കണ്ടതാണ് ഇവിടുത്തെ ഖാദിമീങ്ങൾ. ഞാൻ അവർക്ക് കുറച്ചൊരു വർക്കത്തിന്, കാരണം ഇവിടെ പൊതുവേ മക്കാം അങ്ങനെ തുറക്കല്ല. അപ്പോൾ തുറന്നതിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് സ്വതക്ക കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ താലിബാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൈസ തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്ത്യനി ലൈസ് അവൻ അന താലിബ് എന്ന് പറഞ്ഞു. ദുഴൂലി ഗെയ്ദ് അന ഉരീദു ഗെയ്ദ് അമൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഈ പഠിച്ചതിന് ശേഷം പഠിച്ച കാര്യം ആൾക്കാരെ പഠിപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ അമലെന്ന്. അപ്പോൾ ആലിമാവുക, നമ്മളൊന്നും ആലിമീങ്ങളല്ല കേട്ടോ. ഇൽമു പഠിക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരുമാണ്. അല്ലാഹു അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെ ചെറിയൊരു ചരിത്രം നിങ്ങളെല്ലാവരും കണ്ടുവരി. നമ്മൾ അതിനുശേഷം ഇൻഷാ അല്ലാഹ് അംർ ഇബ്നു ആസ് തങ്ങളെ
ഭാഗം പരിചയപ്പെടാം. അൽ-ഹാഫിദ് ഇബ്നു അജറുൽ അസ്ഖലാനി മുഹദ്ദിസുൽ കബീർ. ഹദീസ് വിജ്ഞാന രംഗങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നാമം അഥവാ സ്വഹീഹുൽ ബുഖാരിയുടെ ശറആയ ഫതഉൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ഈ പറയപ്പെടുന്ന മഹാനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ അല്ലാതെയും രചിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ജനിക്കുന്നത് ഹിജ്റ വർഷം 773 അഥവാ ക്രിസ്തു വർഷം 1372. എന്നാൽ വഫാത്താകുന്നത് 852 ഹിജ്റ. ക്രിസ്തു വർഷം വരുന്നത് 1449 ഇമാമിന് 5 വയസ്സ് പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. അഥവാ യത്തീമായിട്ടാണ് മഹാനവറുകൾ വളരുന്നത്. 9ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി. ധാരാളം തവണ ആവർത്തിച്ചു മനഃപ്പാഠമാക്കുന്നതായിരുന്നു ഇമാമിന്റെ ശൈലി. ഒരൊറ്റ ദിവസം കൊണ്ടായിരുന്നു അത്രേ സൂറത്തുൽ മറിയം ഹിഫ്ള് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മഹാനെ കുറിച്ച് പറയാനുണ്ട്. ഇബ്നു അജറുൽ അസ്ഖലാനി മുഹദ്ദിസുൽ കബീർ, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾക്ക് തഫ്സീർ എഴുതിയ വലിയ മഹാനാണ്. ആ മഹാൻ്റെ ചാരത്ത് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞാനിതാ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് തങ്ങൾ മക്കാമിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ കണ്ടില്ലേ ദൂരത്തു നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? മാഷാ അല്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ നമ്മളെ സിയാറത്തൊക്കെ ഇൻഷാ അല്ലാഹ്. ഇവിടേക്ക് എല്ലാവർക്കും വരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഒരു വിശാലമായ സ്ഥലം കണ്ടോ? ഈ ഒരു വിശാലമായ സ്ഥലത്തുനിന്ന് നമുക്ക് പോകേണ്ടത് ഇതാ ഈ ഒരു വൈക്കാണ്. നമ്മളിപ്പം വന്നത് ആ വൈക്കാണ് കേട്ടോ. ഒരു വിശാലത കണ്ടപ്പോൾ കാണിച്ചതാണ്. നേരതാ അലത്തൂൽ നേരെ പോകണം. മക്കളെ, ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ കൂക്കിൻ്റെ മാല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ആട് കൊടുത്തത്. സുഹൃത്തുക്കൾ, ഇത് കണ്ടോ? ഇത് കൂക്കിൻ്റെ ഒരുപാട് മോഡൽ മാലകളാണ്. ഇത് കൂക്ക് തുർക്കിയാണ്, ഇത് കൂക്ക് സുഡാനിയാണ്, ഇത് കൂക്ക് അസ്ലി മിസ്രിയാണ് കേട്ടോ. അപ്പം ഈ ഒരു കൂക്കിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ 2 കൂക്കും അടിപൊളിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം. കൂക്ക് അസ്ലി മിസ്രിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി, അതുപോലെ തന്നെ നൂഹ് നബിയുടെ കപ്പലുണ്ടാക്കിയത് കൂക്ക് മരം കൊണ്ടാണ്. കൂക്ക് പറഞ്ഞ മരം കൊണ്ടാണ്, അതിൻ്റെ കായ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മൂസാ നബിയുടെ വടിയൊക്കെ കൂക്ക് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ കായ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ പറയപ്പെടുന്ന മാലകൾ മുഴുവനും. അപ്പം ഇത് 10 ലക്ഷം സ്വലാത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു തസ്ബീഹാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു തസ്ബീഹ് മാല? ഈ ഒരു തസ്ബീഹ് മാല 10 ലക്ഷം ചെല്ലാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം കണ്ടില്ലേ? ഇതാ ഈ ഒരു സൈഡിൽ ഒരുപാട് മാലകൾ 10 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഈ ഒരു സൈഡിൽ ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടുത്തെ മുകളിൽ നിന്ന് താഴോട്ടാക്കും. അപ്പോൾ 1 അങ്ങനെ 10 താഴോട്ടാക്കിയാൽ 1000 ആവും. അതുപോലെ തന്നെ ഇത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സൈഡിൽ നിന്ന് 1000 എന്ന് ഒന്ന് അടിയിലേക്കാക്കുക. അങ്ങനെ ഇത് മൊത്തം 10 ഉണ്ട്. 10 ഫുള്ളായി കഴിഞ്ഞാൽ 10000 ആവും. പിന്നെ വീണ്ടും ഈ പറയപ്പെടുന്ന ഈ ഒരു സാധനം ഇതിങ്ങനെ അടിയിലേക്കാക്കി പോകണം. കണ്ടോ? ഈ സാധനം ഇങ്ങനെ ഓരോന്ന് ചെല്ലുന്നതിനനുസരിച്ച് അടിയിലേക്കാക്കി പോയി ഇത് ഫുള്ളായി കഴിഞ്ഞാൽ 10 ലക്ഷം ആവും. അപ്പം ഇത് 10 ലക്ഷം ചെല്ലാൻ പറ്റുന്ന മിസ്രി അസ്ലി കൂക്കുമരത്തിൻ്റെ കായ കൊണ്ട് ഉണ്ടാക്കുന്ന മാലാണ്. അപ്പം ഇത് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. KZ123 എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൂക്ക് തുർക്കിൻ്റെ മാലയും അടിപൊളിയാണ്. ഇതും 10 ലക്ഷം ചെല്ലാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് രസം വലുതാണ്. അപ്പം ഇതൊക്കെ ഉസ്താമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സംഗതിയാണ്. അതുപോലെ തന്നെ ഇത് മുത്തഅല്ലിമീങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് ഭാര്യമാർക്കും എല്ലാവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ പറഞ്ഞ കോഡ് ഉപയോഗിച്ച് വാട്സപ്പ് നമ്പറിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് 50% കിട്ടും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അയച്ചോളി. നമ്മൾ ഒരു മല, ആ മലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെയൊക്കെ വ്ളോഗ് ഇടും. നമ്മളിതിങ്ങനെ മദഫനുകളുടെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ മക്കാമിൻ്റെ ചാരത്തെത്തും. അപ്പോൾ വെള്ളം വെച്ച് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെള്ളം വെക്കുന്നത് കാണാം. അതൊരു വലിയൊരു ആശ്വാസമാണ്. അത് നല്ല തണുത്ത വെള്ളം നോക്കി തരാം. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത വെള്ളം. കുറച്ച് വെള്ളം കുടിച്ചാൽ പക്ഷെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല, നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. മിസറിലെ എല്ലാ ഏരിയയിലും ഇങ്ങനെ ചൂടുകാലത്ത് വെള്ളം വെക്കും. ഫൈനലി ഗൈസ്, നമ്മൾ ഏതാണ്ട് എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാഹ് നടക്കുകയാണ്.
നടന്നിട്ടുള്ള സിയാറത്തല്ലേലും പണ്ടേ ഒരു വൈബാണ്. അപ്പം നമ്മളിതാ മക്കാമിൻ്റെ അടുത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ ഒരു മഹദിയുടെ മക്ബറുണ്ട്. അപ്പം ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്. നേരെ അവിടുന്ന് വന്നു ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് തങ്ങളെ മക്കാമിൻ്റെ അടുത്തുള്ള സ്ഥലം. ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് തങ്ങളെ മക്കാമുള്ള സ്ഥലം. അതുപോലെ തന്നെ ഉഖ്ബത്ത് ബിൻ ആമിർ അവരടക്കം ഏതാണ്ട് 5 മഹാന്മാരുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതല്ല, അതിനേക്കാൾ ഉപരി മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെന്നും പറയപ്പെടുന്നു. മാഷാ അല്ലാഹ്. ഹൗദിലേക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഒളു എടുക്കണം. അപ്പം കണ്ടോ, ഏതാണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ. സലാഹുദ്ദീൻ അയ്യൂബി അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അത്ര പഴക്കമുള്ള മണ്ണ് കട്ട കൊണ്ട് ഉണ്ടാക്കിയ പള്ളി കേട്ടോ. ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, എത്ര വലിയ മഹാന്മാർ ഇവിടെ ത്യാഗം ചെയ്തിട്ടാണ് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലാക്കിയെടുത്തത്. പഠിച്ചവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 800 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയാണ് കേട്ടോ. കയറുന്ന സൈഡിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് തങ്ങളെ മക്കാമുള്ളത്. ഈ ഒരു മക്കാമ് ഭയങ്കര സംഭവമാണ്. ഒരു മക്കാമിൻ്റെ ഉള്ളിലായിട്ടാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് തങ്ങളെ മക്കാമുള്ളത്. കാണാൻ പറ്റൂല, പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു ദ്വാരം കണ്ടോ? ഈ ദ്വാരത്തിൻ്റെ ഉള്ളൊന്ന് ഭയങ്കര സ്മെല്ലാണ്. വല്ലാഹി ഞാൻ വേണമെങ്കിൽ മണത്ത് കാണിച്ചു തരാം. മിസ്കിനേക്കാൾ അപ്പുറം. യാ റബ്ബ് യാ അല്ലാ, അത് കണ്ടോ? അപ്പം നല്ല സ്മെല്ലടിക്കണ്ടില്ല. സത്യമാണ്. അത് കാണുന്ന വഹാബികളൊക്കെ വിചാരിക്കും അപ്പം പൊട്ടത്തരോ എന്തോ കളവോ പറയുകയാണെന്ന്. ഏതെങ്കിലും ഒരു വഹാബി ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളിങ്ങോട്ട് വരി, നിങ്ങളുടെ ഇവിടെ ഒന്ന് മണത്ത് നോക്കി. വല്ലാഹിയൊക്കെ അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ്. ഇത് അനുഭവിക്കുന്നവർക്കറിയാം. അപ്പം ഇത് അനുഭവിച്ച ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഞാൻ വെറുതെ കളവ് അറിയല്ല, സത്യമാണ്. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഏതാണ്ട് 800 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഹബീബി ദ മസ്ജിദ് ബന സുംനുമിയ യാനി ബന സലാഹുദ്ദീൻ അയ്യൂബി യാനി മുംകിൻ സലാഹുദ്ദീൻ അയ്യൂബി. ഇത് ഇവിടുത്തെ അന്ത ഖാദിം مسجد تمام. إذا أول إمام ده مسجد هو تمام. إذا أول إمام اسمه محمد خليل العقبي، محمد السيد خليل العقبي هو أول إمام ده مسجد. تمام تمام. ممكن ده بكم صحابي هنا مفتون؟ يعني بكم صحابة هنا مفتون؟ هنا سيد عمرو بن العاص وهنا سيد عقبة بن عامر الجهيني. جهيني أيضا جهيني. أيوه. ممكن 3 باقي 5 صحابة هنا موجود. برا هنا في المدنبر. تمام تمام. ممكن 5 صحابة هنا. محمد بن حنفية، عثمان الزيلاعي، ستنا ربع عدوية. تمام تمام. فاطمة بنت حسن، ستنا فاطمة بنت حسن ده أيوه. اسمه فاطمة. فاطمة بنت سيدي حسن الأنور. تمام. حسن الأنور. ده سيدة. تمام. هو من حسيني. فاطمة هو من حسيني. هي من حسيني. لا 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 لا. അപ്പോൾ من السلالة. من السلالة. സുലാല. سلالة. അപ്പോൾ ഏതാണ്ട് ഇവിടെ 5 സഹാബികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതല്ല, അതിനേക്കാൾ കൂടുതലും ഉണ്ട് എന്ന് നിലവിൽ ഇവിടെ പഠിക്കുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ വെറുതെ കളവ് പറഞ്ഞതല്ല, നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിനി ഉഖ്ബത്ത് ബിൻ ആമിർ തങ്ങളെ അംർ ഇബ്നു ആസ് തങ്ങളെ മക്കാമാണിത്. ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എവിടെ ആയാലും മഹാൻ്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാൻ്റെ പോരിശ കൊണ്ട് അവരുടെ ആ ഒരു ദർജയുടെ വലുപ്പം നമുക്ക് അള്ളാഹു എത്രയാണെന്ന് പോലും അറിയില്ല. കാരണം മിസ്ർ ഫത്തഹാക്കിയ വലിയ മഹാനാണ്.
ഒരുപാട് സ്ഥലങ്ങൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പോയ ആൾ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മിസറടക്കം ഒരുപാട് സ്ഥലങ്ങൾ ഫതഹാക്കി ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിയ വലിയ മഹാനാണ്. അള്ളാഹുവരൊക്കെ ബർക്കത്ത് കൊണ്ട് പോരിശ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു ഇവിടെയൊക്കെ എത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് നേരെ ഉഖ്ബത്ത് ബിൻ ആമിർ തങ്ങളെ ഭാഗത്തേക്ക് പോകാം. അതോടൊപ്പം പള്ളിയും കാണാം ഇൻഷാ. നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ കേട്ടോ. ഒരു കോണാകൃതിയിലാണ് ഇവിടുത്തെ പള്ളിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ. ഇവിടെ കണ്ടോ എല്ലാ പള്ളിയിലുള്ള മാതിരി തന്നെ പറയപ്പെടുന്ന രാജാക്കന്മാർക്കും അതുപോലെ തന്നെ മുബല്ലിഗീങ്ങൾക്കൊക്കെ കയറിയിരിക്കാനുള്ള സ്ഥലമാണ്. അപ്പം ഒരു പഴയ ഒരു പള്ളിയാണ് കേട്ടോ. ഏതാണ്ട് 800 വർഷം പഴക്കമുള്ള പള്ളി. അതിൻ്റെ മോൾ ഭാഗം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പഴക്കത്രാണെന്നുള്ളത്. ഖുതുബ ചെല്ലുന്ന മിമ്പറാണ്. അതുപോലെ തന്നെ ഇമാമിന് നിൽക്കാനുള്ള മെഹ്റാബിൻ്റെ ഭാഗം അതൊക്കെ കണ്ടു. എത്ര പഴമല്ലേ. അവിടെ അള്ളാന്നൊക്കെ എഴുതി വെച്ചാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ഒരു സമയത്ത് നിർമ്മിച്ച പള്ളിയാണ്. ഇത്ര വർഷം പഴക്കമുള്ളൊരു പള്ളിയാണില്ലേ. ഇതൊക്കെ കാണാനുള്ളൊരു തൗഫീക്ക് അള്ളാഹുങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക്. പോകാൻ പറ്റുമോ അറിയില്ല, എന്നാലും കയറി നോക്കുക. ഞാൻ രാജാവൊന്നുമല്ല. നമ്മളതാ അതിൻ്റെ മുകളിലെത്തി. ഇവിടെ എന്തൊക്കെ ഒട്ടുന്ന് സുഹൃത്തുക്കളെ. ഇതൊക്കെ കണ്ടോ. പഠിച്ചോനെ വേഗം ഇറങ്ങട്ടെ. ഇതും മാർബിൾ തന്നെയാണ്. മാർബിളല്ല, മറ്റേ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പൊടിയാ ഫുള്ള്. ഉഖ്ബത്ത് ബിൻ ആമിർ തങ്ങളെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സഹാബിയും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 2 ആളുകളാണ് ഇവിടെ ടോട്ടലായിട്ടുള്ളത്. അപ്പം എന്തൊക്കെയോ ചുമരിൻ്റെ മുകളൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. കണ്ടോ നല്ല സ്മെല്ലുണ്ട്. ഒരാൾ കിതാബൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ തങ്ങളെ മക്കാം. ഇത് ആയിഷ ബീബി ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ തങ്ങൾക്ക് കൊടുത്തതാണ് പറയുന്നുണ്ട്. നബി തങ്ങളെ കാണാൻ വേണ്ടി അവിടേക്ക് പോയ സമയത്ത് വഫാത്തായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഇത് കണ്ണാടിയാണ് നബി തങ്ങൾ ഉപയോഗിച്ചത്. നബി തങ്ങൾ ഉപയോഗിച്ചൊരു കണ്ണാടി. അപ്പം ഇതാണ് കേട്ടോ അവരെ മക്കാമ്. അവരൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്കിവരൊക്കെ മദത് കൊണ്ട് വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ നമ്മളിതാ പോവാണ് കേട്ടോ. അതിൻ്റെ അടുക്ക കുറച്ച് മക്കളെ കണ്ട്. കുൽ സലാം. ഇസ്മുക്കേ ആദം അന്ത ഇങ്ങോട്ട് വാ നോക്കട്ടെ. ഇസ്മുക്കേ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഇസ്മുക്കേ ഹംസ. കല്ലിം കല്ലിം. ഇസ്മുക്കേ ഇസ്മുക്കേ ബുദ്ധ. لا 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 لا. اسمك ايه؟ اسمك ايه؟ مالك. كلم كلهم. كل سلام. السلام عليكم ورحمة الله. ما شاء الله. والله مرة പോവാണ് കേട്ടോ. ഹബീബി അസ്സലാമു അലൈക്കും. അപ്പം ഗൈസ് നമുക്ക് നേരെ ഇനി പോകേണ്ടത് അവസാനത്തെ മക്കാമ് പരിചയപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് അന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയം ഉണ്ടാവും. റാബിയത്തുൽ അദബിയ അല്ലേ. ഒരുപാട് ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ആളാണ് റാബിയത്തുൽ അദബിയ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അസ്സലാമു അലൈക്കും. ഹിന്ദ് ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലുള്ള കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുഷ്കില. അസ്സലാമു അലൈക്കും. കഹാ സെ ആയാ? इंडिया मैं भी इंडिया वाला हूँ लेकिन मैं केरला वाला. ओ माशाल्लाह. हमको उर्दू आता. गुजरात वाला. गुजरात माशाल्लाह. इसमें क्या अरे तुम्हारा नाम क्या है? मोहम्मद नूरानी. नूरानी माशाल्लाह. आपका टोपी बहुत अच्छा, बहुत खूबसूरत है. अब इंडियन होना. आप इधर पढ़ाई वाला हमला अजहर वाला. आप उनका भाई है. अब इधर ज़ियारत करने के लिए वो भी भाई है माशाल्लाह. कुल सलाम. यहाँ राबियतुल अदबिया अयलन मन हुआ मौजूद होना. أي भाई. राबियतुल अदबिया अयलन. नाम أنت عارف؟ لا أعرف. هنا राबियतुल अदबिया अयलन 3 مقبر هنا موجود. أيوة. ശുക്രൻ. അപ്പം ഇന്ത്യക്കാരാണ് കേട്ടോ. ഗുജറാത്തിലുള്ള കുറച്ച് ടീമാണ്. അപ്പം
അവരൊന്ന് ചുമ്മാ ഒന്ന് പരിചയപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ പൈസ ഉണ്ടായിട്ട് ആ പൈസ ഇങ്ങനെ വേറെ എന്തൊക്കെയോ വേണ്ടാത്തതിന് ചിലവാക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കിയാൽ അതെത്ര മനോഹരമാണ്. ഞാൻ ചിന്തിച്ചു നോക്കി, ഈ കണ്ട മഹാന്മാരെയൊക്കെ വന്ന് കാണുക, അവരെയൊക്കെ മദത് നേടിയെടുക്കുക, അതൊക്കെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സിയാറത്തിനൊക്കെ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഇതാ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് റാബിയത്തുൽ അദബി അങ്ങനെ തുടങ്ങി കുറച്ച് ആളുകളുണ്ട് ഇവിടെ, അവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ദന്നൂനിൽ മസ്ജിദി അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുണ്ട് കേട്ടോ ഇവിടെ. അവരൊക്കെ പേര് ഞാൻ ഇവിടെ കൊടുക്കുക ആരൊക്കെ ഉള്ളതെന്നുള്ളത്. അപ്പം മാഷാ അല്ലാഹ് ഇവിടുന്ന് കുറച്ചേ കാണാൻ പറ്റും. അതുപോലെ തന്നെ റാബിയത്തുൽ അദബിയും ഇവിടെ തന്നെയാണ് പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. സിയാറത്ത് ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സിയാറത്ത് കബൂലാക്കട്ടെ. എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നേറുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറ്റി നൽകട്ടെ. അള്ളാഹു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. ഇതൊക്കെ മദ്ഫനുകളാണ് കേട്ടോ. മദ്ഫനുകളുടെ ഇടയിലൂടെ, മനോഹരമായ മദ്ഫനുകളുടെ ഇടയിലൂടെ, അന്ന് ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലേ, പൈസ ഉള്ള ആൾക്കാർ മദ്ഫന് മനോഹരാക്കാൻ ശ്രമിക്കും, വലിയ മദ്ഫനുകളാക്കാൻ ശ്രമിക്കും. അതാണ് മസറിലത്തെ സിസ്റ്റം. നമ്മളെ നാട്ടിലത്തെ വേറെ മോഡലാണല്ലോ. ചില സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്നത് കാണാം. ഏതോ ഒരു ഉസ്താവ് വയല് അറിയുന്നത് കേട്ടിന്, മക്കളൊന്നും പോകുന്നില്ലേ ഖബറും പുറത്തേക്ക്. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെയല്ല. ഇവിടെ നല്ല പരിഗണനയാണ്. എല്ലാവരും എല്ലാ വ്യാഴാഴ്ചയും ദൂരത്തുനിന്നുള്ള ആളുകൾ വരെ വണ്ടി വിളിച്ചിട്ട് കുടുംബസമേതം ഈ പറയപ്പെടുന്ന മദ്ഫനുകളിൽ വന്ന് കുടുംബക്കാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അപ്പം അള്ളാഹു അത്തരത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെ വല്യാപ്പന്മാർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 24-നാണ് എൻ്റെ വല്യാപ്പ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വല്യാപ്പക്ക് ഒരു ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാം റാഹത്താക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ് സീരീസ് അലക്സാണ്ട്രിയൻ യാത്ര വരാൻ പോവാണ്. വീണ്ടും നമ്മൾ ബൂസീർ ഇമാമിൻ്റെ അടുത്തേക്ക് പോവാണ്. അതിമനോഹരമായൊരു യാത്രയാണ്. ഇത് സർപ്രൈസാണ് ഇൻഷാ അല്ലാഹ്. അപ്പം ആ ഒരു യാത്ര എല്ലാവരും കാണണം. അപ്പം അത് വരുന്നത് വരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതിൻ്റെ മുമ്പ് ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പം ശരി, അസ്സലാമ.